PR ശിവശങ്കർ, നിലമ്പൂരെ നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിയോടെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ മലപ്പുറത്ത് അങ്ങനെയൊക്കെയാണ് പ്രശ്നം. ഒന്നും അല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ്. അത് ആ സ്ഥാനാർത്ഥി പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. വെള്ളാപ്പള്ളിക്ക് മാത്രം അറിയാത്തതല്ല, വെള്ളാപ്പള്ളി കള്ളം പറയുന്നതാണ്. വെള്ളാപ്പള്ളി എന്ന് മലപ്പുറത്തെ പറ്റി പറഞ്ഞ കള്ളം അത് ഏറ്റുപിടിച്ചവരാണ് BJP. ഇപ്പോൾ കോട്ടയത്ത് നിന്ന്, കോട്ടയം ഏതാണ്ട് ക്രൈസ്തവ മേധാവിത്വമാണ്, അവിടുത്തെ എല്ലാം കുരിശിൻ്റെ വഴിക്കാർ കൊണ്ടുപോയി എന്ന ക്രൈസ്തവർക്കെതിരെ പറയുന്ന വ്യാജങ്ങളെയും BJP ഏറ്റുപിടിക്കുന്നുണ്ടോ ശ്രീ PR ശിവശങ്കർ? BJP ഏറ്റുപിടിക്കണോ എന്നൊക്കെ ഉള്ളതിനെ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു ഭാഗ്യം, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ ഒരു ഭാഗ്യം ഞാൻ കണക്കാക്കുകയാണ്. 3 മാനസികാരോഗ്യ വിദഗ്ധരാണ് എൻ്റെ കൂടെ ചർച്ചയ്ക്കുള്ളത്. ഒരു വ്യക്തി പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മാനസികാരോഗ്യ നിലയ്ക്ക് തകരാറുണ്ട് എന്ന് ഈ ഒരു ക്ലാസ്സിലും പോകാത്ത, അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത, ഈ വിഷയത്തിൽ ഇന്ന് മാത്രം വിജ്ഞാനമുള്ള ആളുകൾ ഒരു വ്യക്തിയെ, ഈ ചർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ള ആരുമില്ല, എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സുഖം കിട്ടുമെങ്കിൽ സന്തോഷമുള്ളൂ. പക്ഷേ അതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല, അവതാരകർക്കും ചേർന്നതല്ല. കെട്ട വർത്താനം എന്നെല്ലാം നിരന്തരം പറയുമ്പോൾ കെട്ട വർത്താനത്തിൻ്റെ അശ്വമേധം നടത്തുന്നു. 10 വർഷം പോലും കുളിച്ചാൽ മാറാത്ത ഗന്ധമുള്ള വർത്തമാനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത്തരം നീചമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് അദ്ദേഹത്തിൻ്റെ SNDP വിഭാഗത്തിൻ്റെ ഒരാളെയും കൂടി ഇരുത്തിയിട്ട് പറയും. എന്നിട്ട് പറയുകയാണ് ഈഴവ വിഭാഗത്തിൻ്റെ പിന്തുണയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെയാണോ പിന്തുണ? നിങ്ങളാണോ ജയിച്ചേക്കുന്നത്? തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ആളുകളും പറഞ്ഞ ആളുകളൊന്നും ജയിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് പണി നിർത്തി പോകണം. കാരണം നിങ്ങളെല്ലാവരും തോക്കുമെന്ന അവസാന നിമിഷം പോലും പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടല്ലോ. പണി നിർത്തണം. വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കും. സുരേഷ് ഗോപിയുടെ കാര്യം പറയല്ലേ, സമയമില്ല. ഡ്രൈവർ അടക്കം ഉടായ്പ വോട്ട് ചെയ്തേക്കുക. സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ല, അത് വോട്ട് അല്ല, നമുക്കത് ചർച്ച ചെയ്യാൻ കുറച്ച് നാൾ ചർച്ച ചെയ്താണല്ലോ. ഏതായാലും ജയിച്ചല്ലോ. നിങ്ങളെപ്പോലെ ഇവിടെ 24 അടക്കം അല്ലെങ്കിൽ റിപ്പോർട്ടർ അടക്കം പല ചാനലുകളും ഈ പറയുന്ന ബാർക്ക് റേറ്റിങ്ങിൽ 1ാം സ്ഥാനത്തൊക്കെ എത്തുന്ന കഥയും ഞാൻ വിളിച്ച് പറയും. അപ്പോൾ അത് കാരണം അതൊന്നും വേണ്ട, ഈ ആ കഥയൊന്നും ഇങ്ങോട്ടും പറയിപ്പിക്കാം. പറഞ്ഞ മാത്രം ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇടയ്ക്ക് വെച്ച് വേണ്ടല്ലേ, ഞാൻ മറ്റൊരാരും പറഞ്ഞില്ലല്ലോ, ഞാൻ സംസാരിച്ച് തീരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പണി നിർത്ത്, അല്ലെങ്കിൽ ഞാൻ നിർത്താം. അപ്പോൾ ഇത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മാത്രം കഥയല്ലല്ലോ. ഇത് ശ്രീ AK ആൻ്റണി 2003 അദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ ഒരു ചെറു ന്യൂനപക്ഷം ചില കാര്യങ്ങൾ പിടിച്ചു വാങ്ങുന്നു. ഇത്തരം കാര്യങ്ങൾ ശക്തമായി AK ആൻ്റണി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞ ചുടുകാട്ടിൽ ഇന്ന് അലറി വിളിച്ച് കേൾക്കുന്ന കണ്ണേ കരളെ VSA എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടല്ലോ, 2047 ചില ശക്തമായ രീതിയിൽ ഇവിടെ ഒരു അറബിക് വൽക്കരണം അല്ലെങ്കിൽ ഒരു മതസ്ഥാപനത്തിൻ്റെ വൽക്കരണം ഉണ്ടാകും എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നിരന്തരമായി ഈ കേരളം ഭരിക്കുന്ന ഭരണകക്ഷികൾ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുഖ്യമന്ത്രിമാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ മറ്റൊരു കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ അനൂപ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ അംഗീകരിക്കുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ടാണ് K സുധാകരനെ പോലുള്ള ഏറ്റവും മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുൻ KPCC പ്രസിഡന്റുമാർ ഒന്നും പറയാത്ത അത്രയും അശ്ലീലമായ, ഏറ്റവും മോശമായ ഭാഷ, മലമ്പനി പരത്തുന്ന കൊതുക് എന്നൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്? അത് കേട്ട് ഹാഷ്മി പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് വിളിച്ചൊരാളെ പിന്നെ എന്ത് പറയണം? അനൂപിയാർ പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് പറയുന്ന ഒരാളെ അനൂപിയാർ എന്താ പറയണ്ടേ? ഒരു ചർച്ചയ്ക്കെടുക്കുമ്പോ നിങ്ങൾ ഒരു അവതാരകൻ, നിങ്ങൾ അവിടെ പലതും പറഞ്ഞിട്ടുണ്ട് ഹാഷ്മി, പലരും പൊറോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഹാഷ്മിയുടെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നാണമില്ലേ നിങ്ങൾക്ക്? അവരുടെ നേതാവ് VR അനൂപിന്റെ നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞു തീരട്ടെ. നാണമില്ലെന്നൊക്കെ പറഞ്ഞ് ഇടപെടേണ്ടി വരില്ലേ? നാണമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇടപെടണ്ടേ? താങ്കൾക്ക് വായി തോന്നുന്നു എന്തോന്ന് പറഞ്ഞു പോവോ? താങ്കൾക്ക് വായി തോന്നുന്നു എന്തോന്ന് പറഞ്ഞു പോവോ? ഇല്ലല്ലോ, താങ്കൾക്ക് വായി തോന്നുന്നു എന്തോ പറയാൻ പറ്റത്തില്ലോ. PR ശിവശങ്കർ കുറച്ച് BP ഓർക്കെ, കുറച്ച് BP ഓർക്കെ. BP നല്ലതല്ല പ്രായത്തിൽ. PR ശിവശങ്കർ ഇല്ല, അതൊന്നും പറയണ്ട. PR ശിവശങ്കർ അവരുടെ നേതാവിനെ പരമപന്നൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ പറ്റി അനൂപിന് എന്താ പറയണ്ടേ? ആ പരമപന്നൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. വെള്ളാപ്പള്ളിയാ പറഞ്ഞ, ഞാനല്ല. വെള്ളാപ്പള്ളി ഞാനല്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ
നിങ്ങളും പറഞ്ഞ വെള്ളാപ്പള്ളി കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞ പരമ ഞാൻ പറഞ്ഞല്ല, വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പറയാൻ താങ്കൾ പറഞ്ഞേ നല്ല കാര്യം. ചാനലിൽ വന്നാണ് പറഞ്ഞത്. എടോ ഞാൻ പറഞ്ഞ കേക്ക്, ആഷ്മി അത് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ കേൾക്കാൻ വന്നവരടുത്ത് പറയുന്നു, നിങ്ങൾ ആരോടാ പറയണേ? നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു എന്താ പറയുക സ്വതന്ത്ര മാധ്യമം എന്ന് പറയുന്നതിൻ്റെ സ്പേസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം വിൽക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് കാശ്മീർ. നിങ്ങൾ എത്ര ഭാഷയുടെ അടിച്ചാലും നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഇൻട്രോയിൽ എന്താ പറഞ്ഞത്? BP കൂടി തനിക്കാണ് എന്ന് രാവിലെ കൂടണ്ടല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കാണ് ചുരുങ്ങിയ സമയത്ത് താങ്കൾ എന്തൊക്കെ വാക്കാ പറഞ്ഞു പി ആർ ശിവശങ്കർ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആഷ്മി എത്ര പ്രാവശ്യം അതിനകത്ത് ഇടപെട്ടെ? ഞാൻ വളരെ ശബ്ദം താഴ്ത്തിയല്ലേ പറഞ്ഞത് എൻ്റെ അഭിപ്രായം. എത്ര തവണയാണ് വിളിച്ചത് പി ആർ ശിവശങ്കർ? താങ്കൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വക്താവല്ലേ? എന്തൊക്കെയാ പറഞ്ഞേ? ആലോചിച്ച് നോക്ക്, പക്വതയാണോ ആലോചിച്ച്. പക്ഷെ നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടിരിക്കണോ? ഞാൻ ചോദിക്കട്ടെ, അനൂപ് പറഞ്ഞപ്പോൾ മലമ്പനി പരത്തുന്ന കൊതുകെന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മിയുടെ വായ എവിടെ പോയേ? പരമപന്നെന്ന് വിളിച്ചത് മറുപടിയാ പറഞ്ഞേ. വളരെ നല്ല വാക്കാണോ? പ്രതിപക്ഷ നേതാവിനെ പരമപന്നെന്ന് വിളിച്ചത് മറുപടിയാ പറഞ്ഞേ. എന്ത് മറുപടി? പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് വിളിച്ചതിന് മറുപടി അനൂപ് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, അത് താങ്കളുടെ ചാനലിൽ ഒന്ന് പറയണോ? അദ്ദേഹം മൈക്കേട്ട് റോട്ടിൽ നിന്ന് പറയട്ടെ. അനൂപിന്റെ സ്വാതന്ത്ര്യം റോട്ടിലിരുന്ന് പറയട്ടെ. അനൂപിന്റെ സ്വാതന്ത്ര്യം എന്റെ വീട്ടിലേക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത്. പരമപന്നൻ നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അനൂപ് വിയാറിന് സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കണം എന്നുള്ള കാര്യം. അത് ഞാൻ ഇടപെടാൻ പറ്റുമോ? അനൂപ് ആഷ്മി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അദ്ദേഹം വിളിച്ചോട്ടെ. അദ്ദേഹം മൈക്ക് കെട്ടി വെച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് വിളിച്ചോട്ടെ. ഇനി വെള്ളാപ്പള്ളി നടേശൻ്റെ വീടിന് മുമ്പിൽ നിന്ന് വിളിക്കാൻ തരുവാണെങ്കിൽ അതും വിളിക്കട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. ചാനൽ ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചു വന്നിരുത്തിയിട്ട് ഈ മാന്യമായ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ ഈ ടേബിളിൽ താങ്കളുടെ ഭാഷയും അതിലും വിചിത്രവും അവിവേകപരവും ഏറ്റവും അരോചകവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് വേറൊരാളെക്കുറിച്ച് ഈ വൃത്തികെട്ട വാക്ക് പറയാനായിട്ട് നിങ്ങൾ ആർക്കാ അനുവാദം കൊടുത്തത്? അത് കോൺഗ്രസിൻ്റെ ഭാഷയാണോ എന്ന് കോൺഗ്രസ് നാളെ പറയട്ടെ. ഏറ്റവും മോശമായ മലമ്പനി പരത്തുന്ന കൊതുക്, പിന്നെ അതേപോലെ അദ്ദേഹം പറഞ്ഞ വാക്കിന് തിരിച്ച് പറയുന്നില്ല, കാരണം അത് ഒരു മോശമായ ഇത് കാരണം നമ്മളൊക്കെ പലരുടെയും വീടുകളിൽ ആണ് ഈ ശബ്ദം എത്തുന്നത്. അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന് സ്പേസ് കൊടുത്ത ആഷ്മിയുടെ അല്ലെങ്കിൽ ഈ 24-ൻ്റെ ഈ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് നാണക്കേടാണ്. നിങ്ങൾ ഈ പറയുന്ന ഇൻട്രോടൊക്കെ അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇൻട്രോ ആണ്. അതൊന്നും ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെ പറയരുത്. ഇനി അടുത്ത് ഞാൻ പറഞ്ഞുതരാം. മലപ്പുറം വിഷയത്തിൽ നമ്മൾ എത്ര വേണേൽ ചർച്ച ചെയ്യാം. എത്ര സമയമുണ്ടോ? എനിക്കൊരു 5 മിനിറ്റ് തന്നെ, ഞാൻ കണക്കുകൾ എടുത്തു തരാം. എത്ര സ്കൂളുകളുണ്ട്, എത്ര കോളേജുകളുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞല്ലോ 24 ഒരു മിനിറ്റ് അടുത്ത ഘട്ടത്തിൽ എപ്പോൾ വേണ്ടത് ഞാൻ പല വർഷം പറഞ്ഞാണ് എൻ്റെ അടുത്ത കണക്കുകളുണ്ട്. ഇത്രയേറെ SNDP സമുദായത്തിന് പിന്തുണയുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് കെ ബാബുവിന് മാത്രം ജയിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന UDF-ലും കൂടിയിട്ട് കോൺഗ്രസിലും കൂടിയിട്ട് ഒരൊറ്റ ഈഴവ MLA മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു ഈഴവ സമുദായത്തിൻ്റെ SNDPയുടെ നേതാവ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടി CPM എല്ലാം കൂടി LDF എല്ലാം കൂടി 26 പേരുണ്ട്. 26 1 27 പേര്. അതാണോ ഒരു ഈഴവ സമുദായത്തിൻ്റെ ഭാഗ്യം? അതുപോലെ തന്നെ ഇവിടെ അയച്ചപ്പെട്ട നോമിനേറ്റഡ് രാജ്യസഭയിലേക്ക് 9 പേരുണ്ട്. അതിൽ എത്ര പേരുണ്ട് ഈഴവർ? അതിലെത്ര പേരാണ് ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന്റെ ഭാഗം? ഇതെല്ലാം കണക്ക് പറയുമ്പോൾ എന്റെ ചോദ്യം പക്ഷേ താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യം നിങ്ങൾക്ക് മലപ്പുറത്തെ പറ്റി പറയുന്നത് ഈ പറയുന്നതൊക്കെ സൂചിക്കും. പക്ഷേ ക്രൈസ്തവർ എന്തൊക്കെയോ ഈ കുരിശിന്റെ വഴിയിൽ ക്രൈസ്തവർ എന്തോ വെട്ടി വിഴുങ്ങുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്ന വ്യാജം BJP ഏറ്റുപിടിക്കുന്നുണ്ടോ PR ശിവശങ്കർ? ഒറ്റ വാക്കിൽ മറുപടി പറയാമെങ്കിൽ. നിങ്ങൾ പറയുമ്പോൾ ഒറ്റ വാക്ക് പറയണം. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇരിക്കുന്നില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യാനല്ലേ ഇരിക്കുന്നത്. കുരിശിന്റെ വഴിയിൽ ക്രൈസ്തവ സഭാ നേതൃത്വം എന്തോ അനർഹമായി വെട്ടിവിഴുങ്ങുന്നു ഇത് ഈ വിശദമായി എന്ന നറേറ്റീവ് BJPയുടെ നറേറ്റീവാണോ അതോ വെള്ളാപ്പള്ളിയുടെ മാത്രം നറേറ്റീവാണോ? ഞാൻ പറഞ്ഞിട്ടെന്ന് ഞാൻ ഇതൊക്കെ പറയാൻ തന്നെയല്ലേ ഇരിക്കണേ. ഇതെല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. BJPക്കും SNDP സംഘടനയ്ക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് 2 സംഘടന ഇട്ടുന്നത്. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളിൽ ചില കാര്യങ്ങൾ ശരിയാണ്,
എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ പറയുന്നു. അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കണം. അവർ കൂടി ഉണ്ടാക്കിയ BDS എന്നുള്ള സംഘടനയെ ഞങ്ങൾ കൂടെ നിർത്തുന്നു. ഞങ്ങൾക്ക് അവരോട് ഒരുമിച്ച് പോകാൻ ആഗ്രഹമുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് പല കാര്യത്തിലും. പക്ഷേ ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായം ഒരുമിച്ചല്ല. അതുകൊണ്ടാണ് രണ്ട് സംഘടനയത്. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഒരു മിനിറ്റ് നിങ്ങൾ ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തണം. ആകെ ഇപ്പോൾ 3 പേര് ഏതാണ്ട് 4 പേരും ആ ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിൻ്റെ അച്ഛൻ മാത്രമാണ് ഒരല്പം മാന്യമായിട്ട് സംസാരിച്ചത്. ഒരു വിഭാഗത്തിനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ ഓക്കെ എന്ന് പറയുക, എന്നിട്ട് വീണ്ടും പറയുക മാനസിക നില ഭദ്രമല്ല. മറ്റേ ആൾക്ക് ഹസ്കറിൻ്റെ ഒക്കെ വർത്താനം കേൾക്കുമ്പോഴേക്കും സംഘം ഹസ്കറൊക്കെ കുറച്ചുകൂടി മാന്യമായി ഈ സഭയിലില്ലാത്ത അല്ലെങ്കിൽ ചർച്ചയിലില്ലാത്ത ആളുകളെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ മാന്യത നിങ്ങൾ പാലിക്കുക നല്ലതാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മാന്യതയൊക്കെ വിടേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് താങ്കൾ ഇത്രയും നേരം മാന്യമായി സംസാരിച്ചു എന്നാണ് ശ്രീ PR ശിവശങ്കർ? മാന്യതൊക്കെ വിടും, ഞാൻ അങ്ങനെയൊക്കെ എത്താമേ. ശ്രീ VR അനൂപ്, ഇവിടെ കെട്ടവാക്കെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ഇത്ര നേരം മാന്യമായി സംസാരിച്ചു എന്നാണോ താങ്കൾ തെറ്റിദ്ധാരണ? ഒരു കാര്യം, ഞാൻ മാന്യമായി സംസാരിക്കുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ ഈ മറുപടിയെ പറ്റുള്ളൂ. മാന്യമായി സംസാരിക്കാൻ ബാക്കി എല്ലാവരും മാന്യത ഇല്ലാത്തവർ, താങ്കൾ മാത്രം ഇരുന്ന് മാന്യമായി സംസാരിച്ചു എന്ന തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. ഒരു സംശയമില്ല, വേണ്ട, ഒരു മാന്യതയില്ല സംസാരിച്ചു, ഒരു മാന്യതയില്ല സംസാരിച്ചു. ഓക്കെ, ശ്രീ VR ശരി.